കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി സൂക്ഷ്മത പുലർത്തി ജീവിച്ചുകൊണ്ട് നാളെ മരണസമയത്ത് ഒരു മുവഹിദായിക്കൊണ്ട് അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള പരിശ്രമങ്ങൾ എമ്പാടും നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നാളെ പരലോകത്ത് നമ്മളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ആരാരും സഹായത്തിനില്ലാതെ നമ്മൾ എന്താണോ ഈ ദുനിയാവിൽ വിത്ത് വിതച്ചത് അത് കൊയ്യുക മാത്രം, അതിന്റെ വിളവ് മാത്രം എടുക്കുന്ന ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്ക് ഇങ്ങനെ വന്നു നിൽക്കുമ്പോ നമ്മുടെ ശരീരമടക്കം, നമ്മുടെ നാവടക്കം, നമ്മുടെ തൊലികളും നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മൾ ജീവിച്ചിരുന്ന ഈ ഭൂമിയും എല്ലാവരും നമുക്കെതിരെ സാക്ഷി പറയുന്ന ഭയാനകരമായ ഒരു ദിവസം, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. പരലോകത്ത് അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന എല്ലാവരും അവിടെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് മനുഷ്യനാകെ പിരിമുറുക്കം കൊണ്ട് കാത്തിരിക്കുന്നത് തൻ്റെ കുടുംബക്കാരെ കാണാനോ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനോ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല, അള്ളാഹുവുമായുള്ള ആ ഒരു മുലാഖാത്ത്, കണ്ടുമുട്ടൽ, ആ ഒരു ഹിസാബ് എങ്ങനെയായിരിക്കും എനിക്ക് വന്നു ചേരുക, എന്റെ ഹിസാബ് എങ്ങനെയായിരിക്കുമെന്ന ടെൻഷനിലും പ്രയാസത്തിലുമായിരിക്കും നമ്മൾ ഓരോരുത്തരും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടാവുക. അന്ന് ഹിസാബ് നേരിടുന്ന ആളുകൾ വിവിധ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ ഹിസാബിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാം, ഫൽ ഇബാദു യൗമൽ ഖിയാമത്തി അലാ അഹ്വാലിൻ, പല അവസ്ഥകളിലായിരിക്കും അടിമകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബിനെ നേരിടുക. അഥവാ വിചാരണ എന്ന് പറയുന്നത് പല ആളുകൾക്കും പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. മിൻഹും മൻ യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ആ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ആളുകൾ എന്ന് പറയുന്നത് ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബുമില്ലാതെ ഒരു വിചാരണയുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, അങ്ങനെ ഒരു നടപടിയേ ഇല്ലാതെ, ഹിസാബ് ഒന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വമിൻഹും മൻ യുഹാസബു ഹിസാബൻ യസീറ, രണ്ടാമതൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ഹിസാബ് യസീറായിരിക്കും, എളുപ്പമുള്ള ഹിസാബായിരിക്കും. എന്നാൽ അവർക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അള്ളാഹു ചോദ്യങ്ങൾ ചോദിക്കും, അവൻ അതിനുള്ള ന്യായങ്ങൾ പറയണം, അത് സമ്മതിച്ചു കൊടുക്കണം. അള്ളാഹു അത്തരത്തിൽ ഹിസാബ് നടത്തും, പക്ഷേ അവന് എളുപ്പമുള്ള ഹിസാബായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് മൂന്നാമതൊരു വിഭാഗത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയാ, വമിൻഹും മൻ യുനാഖിഷുൽ ഹിസാബ്, മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് യുനാഖിഷുൽ ഹിസാബ്, അവർക്ക് ഹിസാബ് ഉണ്ട്, പക്ഷേ ആ ഹിസാബ് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കുമെന്ന. എന്നാൽ എന്ന് വെച്ചാൽ വിശദമായ ചോദ്യങ്ങളും പറച്ചിലുകളും ആയിരിക്കും അവിടെ ഉണ്ടാവുക. മുമ്പ് പറഞ്ഞ ഹിസാബ് യസീറ എന്ന് പറഞ്ഞതുപോലെയല്ല, എളുപ്പമുള്ള വിചാരണയല്ല. ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കും, നമ്മൾ ന്യായങ്ങൾ പറയും, അത് ന്യായങ്ങളല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അത് കളവാണ് എന്ന് പറയും, അതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്ന് പറയും. അങ്ങനെ ഡീറ്റെയിൽഡ് ആയി ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും, അതിനാണ് യുനാഖിഷുൽ ഹിസാബ്. അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ നൂഖിഷൽ ഹിസാബ്, അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് മൻ നൂഖിഷൽ ഹിസാബ്, അള്ളാഹു വളരെ വിശദമായിക്കൊണ്ട് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് ആരോടെങ്കിലും ചോദിക്കാൻ തുടങ്ങിയാൽ ഉദ്ദിബ, അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാം, ഫഖദ് ഹലക, അവൻ നശിച്ചു എന്ന് വേണം പറയാൻ. അഥവാ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരുവനെ വിളിച്ച് കൊണ്ടുവരപ്പെടുകയാണ്, ഹിസാബിന് വേണ്ടി അവന്റെ ഊഴമെത്തി, അവന്റെ കിതാബ് വാങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പലതും ചോദിക്കുന്നു. എന്നാൽ ചോദ്യങ്ങൾ അല്പം വിശദമായി എന്ന് മനസ്സിലാക്കിയാൽ അതാണ് മൻ നൂഖിഷൽ ഹിസാബ്, അല്പമെങ്കിലും വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ,
ഈ കിതാബിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്നല്ല, എന്തുകൊണ്ടിങ്ങനെ, എന്തുകൊണ്ടങ്ങനെ, എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ അള്ളാഹു ചോദിക്കാൻ തുടങ്ങിയാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ നശിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഫഖുൽതു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അവിടുന്ന് ചോദിക്കാൻ, അലൈസ അല്ലാഹു യഖൂൽ, അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അല്ലാഹു എളുപ്പത്തിൽ ഹിസാബ് നടത്തുന്നവനാണ്, അല്ലാഹു വേഗത്തിൽ, ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. എളുപ്പത്തിൽ വേഗത്തിലൊക്കെ ഹിസാബ് നടത്തുന്നവനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ദാലിക്കൽ അർദ്, അവർ പറഞ്ഞ എളുപ്പത്തിലുള്ള ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പ്രദർശനം മാത്രമാണ്. കേവലം അവന്റെ അമലുകളെല്ലാം കൊണ്ടുവരുന്നു, അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു, അവന്റെ കിതാബുകൾ അല്ലാഹു മേടിക്കുന്നു, നോക്കുന്നു. ആ പ്രദർശിപ്പിക്കപ്പെട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ അവന് വളരെ വിശദമായ ചോദ്യങ്ങളോ പറച്ചിലുകളോ ന്യായങ്ങൾ നിരച്ചലോ ഒതിറുകലോ പറയലോ ഇതൊന്നും അവിടെ ഇല്ല. ദാലിക്കൽ അർദ്, അത് കേവലം ഒരു പ്രദർശനം മാത്രമാണ്. വലൈസ അഹദു യുനാഖിഷുൽ ഹിസാബ് യൗമൽ ഖിയാമത്തി ഇല്ലാ ഉദ്ദിബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആരോടെങ്കിലും അല്ലാഹു ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ, ചോദ്യങ്ങളാൽ അത് ചോദിച്ചു തുടങ്ങിയാൽ ഫഖദ് ഉദ്ദിബ, അവൻ നശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്, അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പാണ്. നോക്കൂ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഫഅമ്മൽ മുഅ്മിൻ, എങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ എളുപ്പത്തിലുള്ള ഹിസാബ് നടക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫയുഖർരിബുഹു റബ്ബുഹു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും, മലക്കുകളും അവന്റെ സാക്ഷിയും അവനെ തെളിച്ചു കൊണ്ടുവരുന്ന ആളും കൂടെ അവനെ കൃത്യമായ പൊസിഷനിൽ അവനെ കൊണ്ട് നിർത്തും. അതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സംസാരിച്ചു. അങ്ങനെ കൃത്യമായ പൊസിഷനിൽ ഹിസാബിന് വേണ്ടി അവനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഫയുഖർരിബുഹു റബ്ബുഹു, അള്ളാഹു എല്ലാവരെയും, അവനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി എല്ലാ ആളുകളെയും മാറ്റി നിർത്തി ഫയുഖർരിബുഹു റബ്ബുഹു, അള്ളാഹു അവരിലേക്ക് അവനെ അടുപ്പിക്കും. അത്ര ക്ലോസ് ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നിർത്തും. എന്നിട്ടോ ഫയസ്തുറുഹു, എന്നിട്ട് അവിടെ ഒരു മറയിടും. മറ്റുള്ള മുഴുവൻ മനുഷ്യരിൽ നിന്നും, എല്ലാവരിൽ നിന്നും ഒരാളും, അള്ളാഹുവും അവനുമല്ലാത്ത ഒരാൾക്കും ആക്സസ് ഇല്ലാത്ത, അനുമതി ഇല്ലാത്ത രൂപത്തിൽ ഫയസ്തുറുഹു, അവനും അള്ളാഹുവും ഒരു മറയുടെ ഉള്ളിലാകും. അങ്ങനെ ഒരു മറയിടപ്പെട്ട് കഴിഞ്ഞാൽ വയഖൂലു അതഅരിഫു ദംബ കദാ, അള്ളാഹു ചോദിക്കും, അതഅരിഫു ദംബ കദാ, ഈ തെറ്റ് അതഅരിഫു, നിനക്കറിയുന്നത് തന്നെയല്ലേ, നീ ഇത് ചെയ്തിട്ട് തന്നെ ഇല്ലേ, ഇത് നീ ചെയ്തത് തന്നെ അല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും. അപ്പൊ ആ മനുഷ്യൻ പറയും, ഫയഖൂലു നഅം, അതെ റബ്ബേ ഇത് ഞാൻ ചെയ്തതാണ് എന്ന് ആ മനുഷ്യൻ സമ്മതിക്കും. സുമ്മ യഖൂലു സതർതുഹാ അലൈക ഫിദ് ദുനിയ, എന്നാൽ ഈ തെറ്റ് ദുനിയാവിലൊരാളും അറിഞ്ഞിട്ടില്ലല്ലോ, ദുനിയാവിലൊരാളും ഈ തെറ്റിനെ സംബന്ധിച്ച് അറിവുള്ളവനായിരുന്നില്ല. സതർതുഹാ അലൈക, ദുനിയാവിൽ ഇത് ഇവിടെ മറയിടപ്പെട്ടതുപോലെ ഈ തെറ്റുകളെ സംബന്ധിച്ചും നിന്റെ രഹസ്യ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആളുകൾക്കിടയിൽ ഞാൻ മറയിട്ടിരുന്നല്ലോ, ഒരാളും ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ലല്ലോ. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഇതാ നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു. അവിടെ മറയിടപ്പെട്ടതുപോലെ ഇവിടെയും ഇതാ ഒരു മറയിട്ടുകൊണ്ട് നിന്റെ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും ചോദിക്കും. എന്നാലോ എല്ലാം നിനക്ക് ഇതാ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയും. എന്നാൽ അവിടെ എന്തുകൊണ്ട് നീ ഇത് ചെയ്തു, എന്താണിത് ചെയ്യാനുണ്ടായ സാഹചര്യം, ഇതെന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ചെലവഴിച്ചത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യം അവിടെ ഇല്ല. അങ്ങനെ ചോദിച്ചു തുടങ്ങിയാൽ ഫഖദ് ഉദ്ദിബ, അവൻ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോ ഇത് ആരുടെ പ്രത്യേകതയാണ് ഈ ഹിസാബ യസീറ എന്ന് പറയുന്നത്? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈകളിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ് ഹിസാബ യസീറ, അവർക്ക് എളുപ്പമുള്ള ഹിസാബായിരിക്കും ഉണ്ടാവുക. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ആ കിതാബ് കയ്യിൽ കിട്ടുമ്പോ ആദ്യം ആ മനുഷ്യൻ പറയുക, ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ഹിസാബിനെ സംബന്ധിച്ച്, ഈ ചോദ്യോത്തരത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ കാണുകയും അള്ളാഹുവിന്റെ കിതാബ് കൊണ്ടുവരികയും അള്ളാഹു മീസാനിൽ എന്റെ കിതാബിനെ തൂക്കുകയും അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളും പറച്ചിലുകളും ഒക്കെ ഉണ്ടാകും എന്ന ചിന്തയിലാണ് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഞാൻ ജീവിച്ചത്. ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോഴും, ഓരോ വാചകങ്ങൾ ഉരുവിടുമ്പോഴും
ഓരോ കേൾവികൾ കേൾക്കുമ്പോഴും, ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും, ഓരോ രൂപ ചെലവഴിക്കുമ്പോഴും ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, ഹിസാബിനെ സംബന്ധിച്ച ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകൾക്കാണ് വലത് കൈകളിൽ ഗ്രന്ഥം ലഭിക്കുക. അവരായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഫയുഖർരിബുഹു റബ്ബുഹു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ അവർ ചേർത്ത് നിർത്തും. ഫയസ്തുറുഹു, ഒരു മറയിടപ്പെടും. എന്ത് അള്ളാഹു ചോദിക്കും, ഇത് ചെയ്തത് തന്നെയല്ലേ, ഇത് നിന്റെ തന്നെയല്ലേ? അപ്പൊ ആ മനുഷ്യൻ പറയും, അതെ ഇതൊക്കെ റബ്ബേ ഞാൻ ചെയ്തത് തന്നെയാണ്. അപ്പൊ അള്ളാഹു പറയും, ഇതെല്ലാം നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും എന്നാണ് ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാ, അള്ളാഹു അവന്റെ കിതാബ് കയ്യിലേക്ക് മേടിക്കും, ആ കിതാബ് ഇങ്ങനെ നോക്കും, എന്നിട്ട് അവന് തിരിച്ചു കൊടുക്കും, പൊയ്ക്കൊള്ളാൻ പറയും. അതാണ് ഹിസാബൻ യസീറ, അതാണ് ഹിസാബൻ യസീറ. അള്ളാഹു ചോദിക്കും, ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ, ഒക്കെ ഓക്കെ അല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ, ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയല്ലേ, എല്ലാം ഉള്ളത് തന്നെയാണ്, എന്നാൽ എല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിടുമെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഹിസാബ് നേരിടാൻ മാത്രം, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കാൻ മാത്രം, അള്ളാഹുവിനോട് അത്ര അടുത്ത ആളുകളാണോ നമ്മൾ എന്ന് നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി നമ്മളോട് ചോദിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അള്ളാഹുവെ എളുപ്പമുള്ള വിചാരണ നീ എനിക്ക് തരണമേ എന്നാണ്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ കേവലം 4 വാചകങ്ങൾ മാത്രമുള്ള ഒരു ദുആ, അല്ലാഹുമ്മ ഹാസിബ്നി, അള്ളാഹുവെ ഹാസിബ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിചാരണ നടത്തണേ, അള്ളാഹുവെ എന്നോട് നീ ചോദ്യങ്ങൾ ചോദിക്കണേ, ഹിസാബൻ യസീറ, ആ ഹിസാബ് യസീറായിരിക്കണം റബ്ബേ, എളുപ്പമുള്ളതായിരിക്കണം. ഈ രൂപത്തിൽ അള്ളാഹുവെ കിതാബ് നീ നോക്കുന്നു, ആ കിതാബിലേക്ക് നോക്കുന്നു, ഇതൊക്കെ ഓക്കെ അല്ലേ, ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ, അതെ, എന്നാൽ എല്ലാം പുറത്തിരിക്കുന്നു, പൊയ്ക്കോ എന്ന് പറയുന്ന ആ എളുപ്പമുള്ള ഹിസാബ് അള്ളാഹുവെ നീ എനിക്ക് തരണേ. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. ആ പ്രാർത്ഥന നിരന്തരമായി കൊണ്ട് നമ്മുടെ സുജൂദുകളിലും എല്ലാ സമയങ്ങളിലും സഹോദരങ്ങളെ നമ്മളെപ്പോഴും ആ ദുആ നിരന്തരമായി ചൊല്ലണം. അതാണ് ഇന്നി ളനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഹിസാബിനെ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾക്കാണ് അതനുസരിച്ച് ജീവിക്കാൻ കഴിയും, അതനുസരിച്ച് അവന്റെ സംസാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും, അതനുസരിച്ച് അവന്റെ പ്രവർത്തനങ്ങളെയും അവൻ ചെലവഴിക്കുന്ന ഓരോ രൂപയും അതിനനുസരിച്ച് ചെലവഴിക്കാൻ അവന് കഴിയുക ഹിസാബിനെ സംബന്ധിച്ച് ബോധമുള്ളവനാണ്. അവൻ എപ്പോഴും പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ എളുപ്പമുള്ള വിചാരണ നീ എനിക്ക് നൽകണമേ എന്നാണ്. സഹോദരങ്ങളെ, എന്നാൽ ചില ആളുകളെ ഒന്ന് കൊണ്ടുവരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ലാ സയുകല്ലിമുഹു റബ്ബു, നിങ്ങളോട് ഒരാളോടും അള്ളാഹു സംസാരിക്കാത്തതായി ഉണ്ടാവുകയില്ല. എല്ലാ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സംസാരിക്കും. എന്നിട്ടോ ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ, ഒരു ട്രാൻസ്ലേറ്റർ, തർജിമ ചെയ്യാൻ ഒരാൾ, ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇവന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾ, അതിന്റെ ആവശ്യമില്ല. ഇവൻ പറയുന്നത് അള്ളാഹുവിലേക്ക് എത്തിക്കാൻ ഒരാളും അവിടെ ആവശ്യമില്ല. സയുകല്ലിമുഹു റബ്ബു, അള്ളാഹു എല്ലാവരോടും നേരിട്ട് സംസാരിക്കാനുള്ളതാണ്. ഒരു ട്രാൻസ്ലേറ്ററുടെയോ ഒരു മധ്യസ്ഥന്റെയോ ആവശ്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാനുള്ളതാണ്. ആ സംസാരത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ നമ്മൾ? ആ മനുഷ്യനും ഇങ്ങനെ നിൽക്കുമ്പോ ഫയൻദുറു അയ്മന മിൻഹു, അവനിങ്ങനെ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അവൻ ചെയ്തു വെച്ച അവന്റെ പ്രവർത്തനങ്ങൾ, ദുനിയാവിൽ അവൻ അശ്രദ്ധയിൽ അവൻ ചെയ്തത്, അബദ്ധങ്ങൾ ചെയ്തത്, ഹിസാബിനെ മുൻകൂട്ടി കാണാതെ അശ്രദ്ധയിൽ ഗഫ്ലത്തിലായിക്കൊണ്ട് അവൻ തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചത്, അള്ളാഹുവിനെ ഭയപ്പെടാതെ ഇഖ്ലാസ് ഇല്ലാതെ അവൻ ചെയ്ത കർമ്മങ്ങളെല്ലാം അവന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകും. അവൻ അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഇതുപോലെ തന്നെ ഒരുപാടധികം അമലുകൾ ഇഖ്ലാസില്ലാതെ, താല്പര്യമില്ലാതെ, റിയാഓടുകൂടി അങ്ങനെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുള്ള ധാരാളം കർമ്മങ്ങൾ അവന്റെ ഇടതുഭാഗത്തും കാണും. അവന്റെ രഹസ്യ ജീവിതത്തിലൊക്കെ അവൻ പ്രവർത്തിച്ച തെറ്റുകളും അബദ്ധങ്ങളും എല്ലാം അവൻ ഇങ്ങനെ നോക്കും. അവൻ അവന്റെ മുമ്പിലേക്ക് നോക്കും. അവൻ അവന്റെ മുമ്പിലേക്ക് നോക്കും. അവൻ അവന്റെ മുമ്പിലേക്ക് നോക്കും. അവന്റെ മുഖം ഇങ്ങനെ നരകത്തോട് അടുപ്പിക്കപ്പെടുമെന്നാണ്. അതായിരിക്കും ചില ആളുകളുടെ ഹിസാബ് എന്ന് പറയുന്നത്.
അള്ളാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിൽക്കുമ്പോൾ അവൻ കാണുക, അവന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും അവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ നിരത്തപ്പെടും. അവൻ മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകമല്ലാതെ അവൻ മറ്റൊന്നും കാണുകയില്ല എന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, അറഅയ്ത ലൗ കാന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ അകുൻതു മുഫ്തരിയൻ ബി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമാണ്. അറഅയ്ത ലൗ കാന ലക മാ ഫിൽ അർളി മിൻ ഷൈഇൻ അകുൻത മുഫ്തദിയൻ ബി. അവനോട് ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ മുമ്പിൽ വന്ന് നിർത്തിക്കൊണ്ട് ചോദിക്കും, ഈ ദുനിയാവിലുള്ളത് മുഴുവൻ, ഈ ദുനിയാവിൽ നീ അനുഭവിച്ചതും നീ അനുഭവിക്കാത്തതുമായ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആളുകളും എല്ലാം നിരക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. മുഫ്തദിയൻ ബി, അതിനെ ഫിദിയ നൽകിക്കൊണ്ട്, അതിനെ പകരം നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ദുനിയാവ് മുഴുവൻ അളക്കാൻ കഴിയുന്നത്ര സ്വർണം നിനക്കുന്നുണ്ട് എങ്കിൽ ആ സ്വർണം മുഴുവൻ പകരം നൽകിക്കൊണ്ട് ഇന്ന് ഈ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ മനുഷ്യൻ പറയും, ഫയഖൂലു നഅം, അതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും, നമ്മളോട് ഈ ചോദ്യം അല്ലാഹു ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ചോദിക്കും, ഫയഖൂലു ഖദ് അറദ്തു മിൻക അഹ്വന മിൻ ദാലിക്, എന്നാൽ നിനക്ക് ഇതിനേക്കാൾ എത്രയോ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത്. ഒരു ഭൂമി മുഴുവൻ, ഈ ദുനിയാവ് മുഴുവൻ വരുന്ന എല്ലാം പകരം നൽകിക്കൊണ്ട് ഈ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ ദുനിയാവ് നിറഞ്ഞു നിൽക്കുന്ന അത്ര സ്വർണം പകരം നൽകിക്കൊണ്ട് ഈ ഹിസാബിൽ നിന്ന് അല്പം എന്തെങ്കിലും ഒരു എളുപ്പം നീ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു ചോദിക്കുക, അഹ്വനു മിൻ ദാലിക്, ഇതിനേക്കാൾ എത്ര എളുപ്പമുള്ളതാണോ എന്നോട് ഞാൻ ചോദിച്ചത്? മോനെ, ഇതേക്കാൾ എത്ര എളുപ്പമുള്ളതാണ് ദുനിയാവിൽ നിന്നോട് ഞാൻ ചെലവഴിക്കാൻ പറഞ്ഞത്. ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ ഈ ഭൂമി മുഴുവനൊന്നും വേണ്ട. നിന്റെ ചുറ്റുമുണ്ടായിരുന്നത്, നിന്റെ പോക്കറ്റിലുണ്ടായിരുന്നത്, നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞതൊക്കെ കുറച്ചുകൂടെ മയപ്പെടുത്തിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ എളുപ്പം നിനക്ക് ചെയ്തു കൊടുക്കാമായിരുന്നുവെങ്കിൽ, കുറച്ചുകൂടെ നന്നായി നിനക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇതിനേക്കാൾ എത്രയോ എളുപ്പമുള്ളതാണ് എന്നോട് ഞാൻ ആവശ്യപ്പെട്ടത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, നിനക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമൊന്നും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. നിനക്ക് പ്രയാസപ്പെടുത്തുന്നതൊന്നും ചെലവഴിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം സകാത്ത് നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ നമസ്കരിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടില്ല. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ നോമ്പ് പിടിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ രംഗങ്ങളിലും കയ്യിലുള്ളതെല്ലാം സ്വതക്ക നൽകിക്കൊണ്ട് കയ്യിലിരിക്കുന്നതെല്ലാം കാലിയാക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എത്രയാണ് നിന്റെ കയ്യിലുള്ളതിന്റെ, നിന്റെ സംസാരത്തിന്റെ, നീ വാ തുറന്നാൽ എല്ലാം നന്മകൾ മാത്രം പറയണം എന്ന് നിന്നോട് ആവശ്യപ്പെട്ടില്ല. എല്ലാ രംഗങ്ങളിലും നിനക്ക് ഉതിറുകൾ തന്നു. നിന്റെ സംസാരത്തിന് പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിന് ഇസ്തിഗ്ഫാർ നടത്താൻ നിനക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിനൊക്കെ പാപമോചനത്തിന് നിനക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും ദുനിയാവിന് നിനക്ക് എളുപ്പങ്ങൾ ഉണ്ടായിട്ടും ഈ ഭൂമി നിറയെ സ്വർണവും ഈ ഭൂമി മുഴുവനും പകരം കൊടുക്കാമെന്ന് നീ ആഗ്രഹിക്കുന്നു. ഇന്ന് അഹ്വനു മിൻ ദാലിക്, ഇതിനേക്കാൾ എത്രയോ എളുപ്പമുള്ളതാണ്, നിനക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നിന്നോടൊന്ന് ആവശ്യപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു രംഗം. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ചോദ്യം നേരിട്ടാൽ ഫഖദ് ഉദ്ദിബ, അവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. പിന്നീട് നമ്മുടെ ഉദറുകളോ, പിന്നീട് നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങളോ, പിന്നീട് നമ്മുടെ എന്തെങ്കിലും ന്യായങ്ങളോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മളെ ഉണർത്തുകയാണ്. അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ലേ? അതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാനുണ്ടായിരുന്ന ഒരുത്തന്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഇതിനൊക്കെ സമയം കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന സമയം, അതിനാവശ്യത്തിനുള്ള സമയം ഓർക്കാനും, അല്ലാഹുവിനെ ഓർക്കാനും, പഠിക്കാനും, നിങ്ങളുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാനും, നിങ്ങളുടെ ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാനും എല്ലാത്തിനുമുള്ള സമയം അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്കതിന് സമയം കിട്ടിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുമെന്നാണ്. വജാഅകുമുൻ നദീർ, ഇതിനൊന്നും സമയം കിട്ടൽ മാത്രമല്ല, ഓരോ സമയത്തും കൃത്യമായി നിങ്ങൾ എങ്ങനെ ചെലവഴിക്കണം,
നിങ്ങൾക്ക് അല്പം സമയമുണ്ട് എങ്കിൽ അത് എങ്ങനെ കൃത്യമായി ദീനിനു വേണ്ടി ചെലവഴിക്കാം, നിങ്ങളുടെ ദീനും ദുനിയാവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ, എല്ലാത്തിനും അതിൻ്റെതായ സമയവിഹിതം നൽകാൻ, എല്ലാത്തിനും അതിൻ്റെതായ സമ്പത്തിന്റെ വിഹിതം നൽകാൻ, ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് ഒരു നദീർ നിങ്ങൾക്ക് വന്നില്ലേ? ഒരു പ്രവാചകൻ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ആ പ്രവാചകനെ പറ്റി പഠിക്കാനുള്ള സോഴ്സ് നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഹദീസുകൾ ഉണ്ടായിരുന്നില്ലേ? അള്ളാഹുവിന്റെ കലാം ഉണ്ടായിരുന്നില്ലേ? അള്ളാഹുവിന്റെ കലാമിനെ വിശദീകരിക്കുന്ന സദസ്സുകൾ ഉണ്ടായിരുന്നില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും, ഇതെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടും എന്തേ അവലം നുഅമ്മിറുക്കും, നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ, റബ്ബേ ജോലിത്തിരക്ക് കാരണം സമയം കിട്ടിയില്ല, വീട് പണിയായിരുന്നത് കൊണ്ട് സമയം കിട്ടിയില്ല, ഇന്ന ഇടപാടുകൾ തീർക്കാനുണ്ടായിരുന്നത് കൊണ്ട് സമയം കിട്ടിയില്ല, നിരന്തരമായ യാത്രകൾക്കിടയിൽ സമയം കിട്ടിയില്ല, മക്കളെ കെട്ടിക്കുന്ന തിരക്കിൽ റബ്ബേ സമയം കിട്ടിയില്ല, അപ്പേ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് മരണപ്പെട്ടത്, അതുകൊണ്ട് ആ പഠനത്തിന്റെ തിരക്കിൽ എനിക്ക് സമയം കിട്ടിയില്ല. അവലം നുഅമ്മിറുക്കും എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ സമയം കിട്ടിയില്ല റബ്ബേ. സ്കൂളിലായിരുന്നു, പ്ലസ് ടുവിലായിരുന്നു, കോളേജിലായിരുന്നു, ജോലി കിട്ടി തുടങ്ങിയേ ഉള്ളൂ, യാത്രയിലായിരുന്നു, വീട് പണിയായിരുന്നു, ഇതുപോലെയുള്ള ഒരു ന്യായങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ സഹോദരങ്ങളെ ഒന്നും വരെ പോവില്ല. അവലം നുഅമ്മിറുക്കും എന്ന ചോദ്യത്തിന് മിണ്ടാതെ സമയം കിട്ടിയിരുന്നു റബ്ബേ, പക്ഷേ അത് വേണ്ട വിധം ചെലവഴിച്ചില്ല. അലം യഅതികും നദീർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ, അതേ റബ്ബേ വന്നിരുന്നു, ഒരു പ്രവാചകൻ വന്നിരുന്നു, ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു, എനിക്കിതൊക്കെ അറിയാമായിരുന്നു എന്നുള്ള മറുപടികൾ മാത്രമല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യങ്ങൾ ചോദിച്ചാൽ, എന്തുകൊണ്ടിങ്ങനെ അവലം നുഅമ്മിറുക്കും സമയം കിട്ടിയില്ലേ, ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങിയാൽ തന്നെ ഫഖദ് ഉദ്ദിബ, അവൻ നശിച്ചു, അവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. സഹോദരങ്ങളെ, ഏറെ നമ്മളെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ വാചകങ്ങളിൽ വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു ഭാഗമുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും കാലനങ്ങുകയില്ല എന്നാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ, അവനൊരു കാല് പോലും അനക്കാൻ കഴിയുകയില്ല എന്ന. എപ്പോ ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുക, അതിന് കൃത്യമായ മറുപടികൾ ലഭിക്കുക, അതിനുള്ള ന്യായങ്ങൾ മുതിർകളും പറയല്. 5 കാര്യങ്ങൾക്ക്, ഈ 5 കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാതെ അവന്റെ കാലവൻ അനക്കാൻ കഴിയുകയില്ല എന്നാണ്. ഇതൊക്കെയാണ് 5 കാര്യങ്ങൾ. അൻ ഉംരിഹി ഫീമാ അഫ്നാ, അവന് കിട്ടിയ അവന്റെ ആയുസ്, അവന് കിട്ടിയ അവന്റെ സമയം. 40 കൊല്ലം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു, 50 കൊല്ലം, 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, 90 കൊല്ലം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കും. ഇത്രയും ആയുസ് അവിടെ കിട്ടി, ഇത്രയും ദിവസങ്ങൾ അവിടെ കിട്ടി, ഇത്രയും മണിക്കൂറുകൾ അവിടെ കിട്ടി. അള്ളാഹു പറയും, ഇത്ര സമയങ്ങൾ നീ നിന്റെ ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു. അവിടെ കൃത്യമായ കണക്കുകൾ ഉണ്ടാകും. വവുഫിയത് കുല്ലു നഫ്സിൻ മാ അമിലത്, കൃത്യമായി എല്ലാം ഏറ്റവും സൂക്ഷ്മതയോടുകൂടി പരിഗണിക്കപ്പെടുന്ന ദിവസമാണ്. എത്ര മണിക്കൂറുകൾ അവിടെ ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു, എത്ര മണിക്കൂറുകൾ അവിടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു, എത്ര മണിക്കൂറുകൾ അവന്റെ ജീവിതത്തിൽ ദീനിന് വേണ്ടി ചെലവഴിച്ചു, എത്ര മണിക്കൂറുകൾ നമസ്കാരത്തിന്, എത്ര മണിക്കൂറുകൾ നോമ്പിലായിക്കൊണ്ട്, ഇങ്ങനെ കൃത്യമായ വേർതിരിവ് അവിടെ ഉണ്ടാകും, കൃത്യമായ കണക്കുകൾ അവിടെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിന്റെ മുഴുവൻ ആയുസ്സിലും അൻ ഉംരിഹി, നിന്റെ ആയുസ്സിൽ ഇത്ര മണിക്കൂർ ഇവിടെയാണല്ലോ, ഇത്ര മണിക്കൂർ വീട് പണിക്ക് വേണ്ടിയാണല്ലോ, ഇത്ര മണിക്കൂർ ജോലി തിരക്കിലാണല്ലോ, നിന്റെ ഈ 80 വയസ്സുള്ള കാലഘട്ടത്തിൽ ഇത്ര ശതമാനം ഇവിടെയാണ്, 70% ദുനിയാവിന്റെ വിഷയത്തിലാണ്, ഇത്ര ശതമാനം അത് നിന്റെ കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിലാണ്, കേവലം ഇത്രമാത്രം വരുന്ന ശതമാനം മാത്രമാണ് ദീനിനു വേണ്ടി ചെലവഴിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു രംഗം. സഹോദരങ്ങളെ, അത് നേരിടാൻ പ്രാപ്തരായ ആളുകളല്ല നമ്മളാരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, അതൊരു പ്രയോഗമാണ്. വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച്, ഫീമാ അബ്ലാ, അവനതിനെ നശിപ്പിച്ചു കളഞ്ഞതിനെ തൊട്ട്, നീ നിന്റെ യുവത്വത്തെ നശിപ്പിച്ചു കളഞ്ഞതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നിനക്ക് ചെറുപ്പമായിരുന്നു, ശരിയാണ്, നിനക്ക് കഴിവുണ്ടായിരുന്നില്ല, നിനക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, നീ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനായിരുന്നില്ല, ശരി, സമ്മതിച്ചു.
നിനക്ക് പ്രായമായി, നിനക്ക് പലതിനും കഴിയുമായിരുന്നില്ല. യാത്രകൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല, പഴയതുപോലെ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും കഴിവുണ്ടായിരുന്നില്ല. ശരി, ഇതൊക്കെ സമ്മതിച്ചു. അൻ ശബാബിഹി, നിന്റെ യുവത്വ കാലഘട്ടമോ അത് നീ എവിടെ ചെലവഴിച്ചു? നിന്റെ യുവത്വ കാലഘട്ടം നിനക്ക് യാത്ര ചെയ്യാൻ, നിനക്ക് സംസാരിക്കാൻ, നിനക്ക് നടുനിവർന്ന് നല്ലതുപോലെ നിൽക്കാൻ, നിനക്ക് എല്ലാത്തിനും കഴിവുണ്ടായിരുന്ന നിന്റെ യുവത്വ കാലഘട്ടം അത് എവിടെ കൊണ്ട് നശിപ്പിച്ചു? ചെലവഴിച്ചു എന്നല്ലാതെ എങ്ങനെ നീ നശിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വഅൻ മാലിഹി, സഹോദരങ്ങളെ ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു ഭാഗമാണ്. വഅൻ മാലിഹി, അവന്റെ ധനത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും, സമ്പത്തിനെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും. മിൻ ഐന, എവിടെ നിന്നാണ് ഇക്തസബഹു, നീ അത് സമ്പാദിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വഫീമാ അൻഫഖഹു, നീ എവിടെയാണ് അത് ചെലവഴിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. തുടർന്നുകൊണ്ട് അല്ലാഹു ചോദിക്കും വഅൻ ഇൽമിഹി, നിന്റെ ഇൽമിനെ സംബന്ധിച്ച്, നിന്റെ അറിവിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ അറിവിനെ സംബന്ധിച്ചു. നിനക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, ഇന്ന ഇന്ന കാര്യങ്ങളെ പറ്റി നീ ബോധവാനായിരുന്നു. നമസ്കാരത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് നിനക്കറിയാമായിരുന്നു. നമസ്കാരം കൃത്യമായി ജമാഅത്തോടുകൂടി ഒരു പുരുഷൻ നിർവഹിക്കണമെന്ന്, അത് പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന ഇൽമ നിനക്കുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചൊരു പേജിൽ എഴുതാൻ പറഞ്ഞാൽ 2 പേജ് എഴുതാൻ നിനക്കറിയാമായിരുന്നു. പക്ഷെ നിന്റെ ജമാഅത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? നോമ്പിനെ സംബന്ധിച്ച്, എല്ലാ വിഷയങ്ങളുടെ ഗൗരവത്തെ സംബന്ധിച്ച് നിനക്കറിയാമായിരുന്നു. അതാണ് വഅൻ ഇൽമിഹി, അവൻ അറിയാമായിരുന്ന ഇൽമിന്റെ വിഷയങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കും മാദാ അമില ബിഹി, എങ്ങനെയാണ് ആ ഇൽമിനെ അവൻ ചെലവഴിച്ചത് എന്ന് ചോദിക്കും. വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ, അവന്റെ ശരീരത്തെ സംബന്ധിച്ച്, അവന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, അവന്റെ ഒഴിവ് സമയത്തെ സംബന്ധിച്ച്. അവൻ ആരോഗ്യമുണ്ടായിരുന്നു, പലതും ചെയ്യാൻ അവൻ ആരോഗ്യമുണ്ടായിരുന്നിട്ടും അവൻ ആ ആരോഗ്യം വെറുതെ കട്ടിലിൽ കിടന്ന് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തോണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് കഴിവുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നീ ഇങ്ങനെയാണ് എങ്കിൽ, നിന്റെ ചെറുപ്പ കാലഘട്ടത്തിന്റെ ഒതിർ പറഞ്ഞിട്ട്, നിന്റെ വാർദ്ധക്യത്തിന്റെ ഒതിർ പറഞ്ഞിട്ട് ഇന്ന് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഇത്തരത്തിലുള്ള ചൂഴ്ന്നന്വേഷിക്കുന്ന വിശാലമായ ഹിസാബിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മളെല്ലാവരും നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും നേരിടാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരായത്താണ് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുമ്മ, പിന്നീട്, ലതുസ്അലുന്ന എന്ന് പറഞ്ഞാൽ ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ആ വാക്കിന്റെ പ്രത്യേകത തന്നെ ലതുസ്അലുന്ന എന്ന് പറഞ്ഞാൽ ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. 2 തവണ ഉറപ്പാണ് എന്ന ഒരു വാചകം, അതാണ് ലതുസ്അലുന്ന. സുമ്മ തുസ്അലു അനിൻ നഈം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളോട് അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമെന്നാണ്. സുമ്മ ലതുസ്അലു അനിൻ നഈം എന്ന് പറഞ്ഞാലും നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നാൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം നിങ്ങളോട് ഓരോ നിഅമത്തുകളെ പറ്റി, സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ഓരോ നിഅമത്തുകളും അല്ലാഹു അവിടെ കൊണ്ടുവരും. നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും അല്ലാഹു അവിടെ കൊണ്ടുവരും. അതിൽ ഓരോ രൂപയും എങ്ങനെ ചെലവഴിച്ചു, നമ്മുടെ വാഹനങ്ങൾ അവിടെ കൊണ്ടുവരും, എങ്ങനെ അത് ഉപയോഗിച്ചു, നമ്മുടെ വാർദ്ധക്യം അവിടെ കൊണ്ടുവരും, എങ്ങനെ അത് ചെലവഴിച്ചു, നമ്മുടെ യുവത്വം അതവിടെ കൊണ്ടുവരും, എങ്ങനെ ചെലവഴിച്ചു. എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും അല്ലാഹു ചോദിക്കും. ഇന്ന സമഅ, നിങ്ങളുടെ കേൾവിയെ സംബന്ധിച്ച് ചോദിക്കും, എന്തൊക്കെ കേട്ടു ആ കാതുകൊണ്ട്. വൽ ബസറ, നിങ്ങളുടെ കാഴ്ചകളെ സംബന്ധിച്ച്, കാണാൻ പാടില്ലാത്ത എന്തൊക്കെ കണ്ടു അതുകൊണ്ട്. നോക്കേണ്ടടുത്ത് ആവശ്യമില്ലാതെ എവിടെയൊക്കെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വൽ ഫുആദ, നിങ്ങളുടെ ചിന്താശക്തികളെ സംബന്ധിച്ച്, നിങ്ങളുടെ ബുദ്ധിയെ സംബന്ധിച്ച്, അതെവിടെ നിങ്ങൾ ചെലവഴിച്ചു. മാർക്കറ്റിങ്ങിന് വേണ്ടി, നിങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി
നിങ്ങളുടെ സാമ്പത്തിക രംഗം എങ്ങനെ ഉയർച്ചയിലാക്കാം എന്നതിനെ സംബന്ധിച്ച് കൂലങ്കഷമായ ചർച്ചകളും അതിനുവേണ്ടി നിങ്ങളുടെ ബുദ്ധികൾ ധാരാളമായിക്കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചു. എല്ലാ സാധ്യതകളും ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അവനൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അതിന്റെ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് അതിന്റെ പിന്നാലെ നടന്നു. നിങ്ങളുടെ ബുദ്ധി എന്തെല്ലാം വിഷയത്തിൽ നിങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ദീനിന്റെ വിഷയങ്ങളിൽ എത്ര കണ്ട് നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ചെലവഴിച്ചു. നിങ്ങളുടെ മെമ്മറി പവറിനെ നിങ്ങൾ എന്തോരം വിഷയങ്ങൾക്ക് വേണ്ടി, എന്തെല്ലാം സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന് വേണ്ടി, എന്തെല്ലാം വിഷയങ്ങൾ കാണാതെ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അള്ളാഹുവിന്റെ കലാമ് പഠിക്കാൻ നിങ്ങളുടെ മെമ്മറി നിങ്ങൾ ഉപയോഗിച്ചോ എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് എന്തു മറുപടി നമുക്ക് പറയാനുണ്ട്? പണ്ടെന്നോ മദ്രസയിൽ പഠിച്ചത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മദ്രസയിൽ പഠിച്ച ഏതാനും സൂറത്തുകൾ അന്ന് ഹിഫ്ള് പഠിച്ചതല്ലാതെ ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ഹിഫ്ളുണ്ട് നമ്മുടെ കയ്യിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ചെല്ലുമ്പോൾ. അള്ളാഹുവിന്റെ കലാമ് പഠിക്കാനുള്ള അവസരങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ, ഒരു വലിയ പരീക്ഷ നേരിടുമ്പോൾ ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾ എത്ര ഗൗരവത്തിലാണ് ആ പരീക്ഷയെ കാണുക. ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ബുദ്ധി ആ രൂപത്തിൽ ദീനിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഓരോന്നും കൊണ്ടുവരും. ആ ചോദ്യത്തെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല എളുപ്പമുള്ള ഹിസാബ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ എന്ന പ്രാർത്ഥന നിരന്തരമായി കൊണ്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമായി നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم انصر إخواننا المسلمين في فلسطين. اللهم أصلح حال إخواننا المسلمين في فلسطين. اللهم أنجِ المستضعفين من المؤمنين في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. وأقم